നേതൃസ്ഥാനങ്ങളിലേക്ക് സ്ത്രീകൾ എത്തുന്നത് ചർച്ചയാകുന്ന കാലഘട്ടത്തിൽ മാതൃകയാവുകയാണ് ആലപ്പുഴയിലെ ഒരു ക്രിസ്ത്യൻ ദേവാലയം. പ്രസിദ്ധമായ പൂങ്കാവ് പള്ളിയിലെ വികാരിയുടെ കൈക്കാരനായി ഒരു വനിതയെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. 1860-ൽ സ്ഥാപിതമായ ഇടവകയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിത കൈക്കാരൻ പദവിയിലേക്ക് എത്തുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ പ്രസിദ്ധമായ പൂങ്കാവ് അവർ ലേഡി ഓഫ് അസംഷൻ ചർച്ചിന് മുന്നിലാണ്. ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള ഈ ഇടവകയിൽ കഴിഞ്ഞ ദിവസം വിപ്ലവകരമായ മറ്റൊരു മാറ്റത്തിന് കൂടി തുടക്കം കുറിച്ചിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായി ഇടവകയിൽ ഒരു വനിതാ കൈക്കാരി എത്തിയിരിക്കുകയാണ്. പൂങ്കാവ് സ്വദേശി സുജയാണ് ആ ഒരു നേട്ടത്തിൻ്റെ അരികിലേക്ക് എത്തിയത്. സുജ, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ഒരു ചരിത്ര നിമിഷമാണ്, എന്ത് തോന്നുന്നു? ഒത്തിരിയേറെ സന്തോഷവും അഭിമാനവും തോന്നുന്നു. പിന്നെ വനിതകൾ ഒരിക്കലും സ്വപ്നം പോലും കണ്ടു കാണാത്ത ഒരു മേഖലയാണ്. കാര്യം ഞാനൊക്കെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു കൈക്കാരൻ്റെ സ്ഥാനത്തേക്ക് ഒരു വനിത വരിക എന്നുള്ളത്. അത് എന്തായാലും ഇടവക വികാരി ഫാദർ സേവ്യർ ചിറമേൽ അച്ഛൻ അങ്ങനെ ഒരു മനസ്സ് കാണിച്ചതിന് അച്ഛനോട് ഒത്തിരി നന്ദിയുണ്ട്. ആണുങ്ങൾ മാത്രം ചുമതല വഹിച്ചിരുന്ന കൈക്കാരന്മാരുടെ പദവിയിലേക്കാണ് സുജ അനിൽ വചനം സാക്ഷിയായി ചുമതലയേൽക്കുന്നത്. നൂറ്റാണ്ടുകളിലൂടെ കടന്നുപോയ സാമൂഹിക പരിവർത്തനമാണ് ഇത്തരമൊരു മാറ്റത്തിന് കാരണമായതും. വനിതകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിന് ഇപ്പം ഇവിടുത്തെ ഇടവക വികാരി ഫാദർ സേവ്യർ ചിറമേൽ അച്ഛൻ വിചാരിച്ചതുപോലെ മറ്റുള്ള ഇടവകകളിലെയും വികാരി അച്ഛന്മാരും കൂടെ അങ്ങനെ ഒരു മാറ്റത്തിന് തയ്യാറാവുകയാണെങ്കിൽ വനിതകൾക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒത്തിരി സാഹചര്യങ്ങളുണ്ടാവും. എല്ലാവരും അങ്ങനെ ചിന്തിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാര്യം വനിതകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു മൈൻഡ് മറ്റുള്ള വികാരിയച്ഛന്മാരും കൂടെ കാണിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിൽ നടന്ന ചടങ്ങിൽ കൈക്കാരന്മാരായ മറ്റു 2 ആണുങ്ങൾക്കൊപ്പം ഒരു വനിതയെ കൂടി തെരഞ്ഞെടുക്കണമെന്ന നിർദ്ദേശം ഇടവക വികാരിയായ ഫാദർ സേവിയർ ചിറമ്മൽ മുന്നോട്ട് വെച്ചപ്പോൾ കൊച്ചി രൂപതയും അത് അംഗീകരിച്ചു. പൂങ്കാവ് ഇടവകയുടെ കീഴിൽ 56 കുടുംബ യൂണിറ്റാണുള്ളത്. അപ്പം ആദ്യമേ കുടുംബ യൂണിറ്റ് തലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 9 പേരെ തിരഞ്ഞെടുക്കും. അത് കഴിഞ്ഞ് പിന്നീട് ആ 9 പേര് വെച്ച് 56 യൂണിറ്റിൽ നിന്നും 6 ബ്ലോക്കുകളിലേക്ക് വീണ്ടും തിരഞ്ഞെടുപ്പ് നടക്കും. ബ്ലോക്കിൻ്റെ തിരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും ഇടവക തലത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കും. അങ്ങനെ 3 ഘട്ടമായിട്ടുള്ള തിരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ഇടവകയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് വന്നിരിക്കുന്നവരിൽ നിന്നാണ് ഈ പാസ്റ്റർ കൗൺസിലിൽ കൈക്കാരന്മാരെ തീരുമാനിക്കുന്നത്. പള്ളിയുടെ സാമ്പത്തിക കാര്യങ്ങളിലും സ്ഥാപന ജമവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിലും വികാരിയച്ഛനെ സഹായിക്കുകയാണ് കൈക്കാരുടെ ജോലി. നിസ്വാർത്ഥ സേവനമായി 2 വർഷത്തേക്കാണ് ചുമതല. ഒരു വനിത എന്നുള്ള നിലയിൽ ഞാൻ അച്ഛൻ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞ് തിരഞ്ഞെടുത്തപ്പോഴത്തേക്കും ഇപ്പം ഞാൻ ഒരു വനിതയായിട്ട് ആദ്യം തിരഞ്ഞെടുത്ത് വന്നിട്ട് എനിക്കത് പറ്റത്തില്ല എന്നും പറഞ്ഞ് ഞാൻ എന്തായാലും ഒരു കാര്യത്തിൽ ഞാൻ മാറി നിൽക്കത്തില്ല. പുരുഷന്മാർ ചെയ്യുന്ന എന്ത് വർക്കാണെങ്കിലും ഇപ്പം പള്ളിയിൽ ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യങ്ങളാണെങ്കിലും കഴിവിൻ്റെ പരമാവധി ഞാൻ എന്നെക്കൊണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കും. കാര്യം ഇനിയും ഞാൻ വന്നിരിക്കുന്ന ആ സ്ഥാനത്തേക്ക് ഇനിയും കൂടുതൽ വനിതകൾ വരാൻ വേണ്ടിയിട്ടുള്ളൊരു താല്പര്യം അവർ തന്നെ ഉണ്ടാകുന്ന രീതിയിൽ തന്നെ പ്രവർത്തിക്കണമെന്നാണ് ആഗ്രഹം. ന്യൂസ് മലയാളം, ആലപ്പുഴ.